ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റിക്കൽ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്യാപ്ഷനിൽ പറഞ്ഞേക്കുന്ന പോലെ നിഫ്റ്റി 26,100 വരുമോ, ബാങ്ക് നിഫ്റ്റി 54,500 വരുമോ എന്ന് പറഞ്ഞുള്ള ക്യാപ്ഷൻ ആയിരുന്നു. ആ ക്യാപ്ഷൻ വരുമോ ഇല്ലയോ, മാർക്കറ്റിനെ കുറിച്ച് പേടിക്കണം എന്നൊരു കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കേണ്ടത് ഇന്ന് രാത്രി ഏതെങ്കിലും ന്യൂസ് നമ്മുടെ മാർക്കറ്റിൽ അമേരിക്കയുടെ ന്യൂസ് ഉണ്ടോ, വേറെ ഇപ്പോൾ IDFന്റെ നമ്മൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അവർ ലെബനനിൽ ഫുൾ എയർ സ്ട്രൈക്ക് അറ്റാക്ക് തുടങ്ങി എന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു മാർക്കറ്റ്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ എപ്പോഴും യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായ ഒരു കാര്യമാണ്. കാരണം മാർക്കറ്റിൽ യുദ്ധം വരുമ്പോൾ ഒരു ഫ്ലാഷ് സെയിൽസ് വളർത്തുക, ആൾക്കാർ പൊസിഷൻ പ്രോഫിറ്റ് ബുക്ക്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടക്കും. ഇന്ന് അമേരിക്ക മാർക്കറ്റിൽ വന്ന അടിപൊളി അഡാറ് ന്യൂസ് ഉണ്ട്. മാനുഫാക്ചറിങ് PMI കോൺട്രാക്ടിങ് ആണ്, അതായത് അമേരിക്കൻ എക്കണോമിക് അതായത് മാനുഫാക്ചറിങ് ഇൻഡെക്സിന്റെ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എക്കണോമിക് കോൺട്രാക്ട് ചെയ്യുന്ന അർത്ഥം. ഇന്ത്യയുടെ നമ്മുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വന്നത് എന്താണ്, നമ്മുടെ മാനുഫാക്ചറിങ് PMI നമ്മുടേതും കുറവായിരുന്നു, നമ്മുടെ സർവീസ് PMI കുറവായിരുന്നു. നമ്മളെ എക്കണോമിക് കോൺട്രാക്ടിങ് ആണെന്ന് പറഞ്ഞൊരു ന്യൂസ് ആണ് നമ്മുടെ മാർക്കറ്റ് അടിച്ചിറങ്ങാൻ കാരണം. സെയിം അടിച്ചിറങ്ങല്ല, കുറച്ച് ഇറങ്ങി സെൽ ഓഫ് വരാനുള്ള കാരണം മാർക്കറ്റ് മൂവ് ചെയ്ത കാരണമാണ്. അതേപോലെ അമേരിക്ക മാർക്കറ്റിൽ വന്ന മാനുഫാക്ചറിങ് PMI 47.9 നിന്ന് 47 വന്നു, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, 48.6 പ്രതീക്ഷിച്ചു. അപ്പൊ ചെറിയൊരു കോൺട്രാക്ടിങ് എന്ന രീതിയിൽ വരാം. രണ്ടാമത് S&P ഗ്ലോബലിന്റെ കോമ്പോസിറ്റ് PMI വന്ന് പോസിറ്റീവ്, സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. മൂന്നാമത്തെ കാര്യം സർവീസസ് PMI വന്ന് പോസിറ്റീവ്. അതായത് സർവീസ് സെക്ടറിലെ അമേരിക്കൻ മാർക്കറ്റ് കോൺട്രാക്ടിങ് അല്ല, അതെന്താണ് എക്സ്പാൻഡിങ് ആണെന്നും, അതായത് മാനുഫാക്ചറിംഗ് സെക്ടറിൽ ചെറിയ കോൺട്രാക്ടിങ് ആണെന്നും പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. പിന്നെ 3 മന്ത് ഓപ്ഷൻസ് ബില്ല് വന്ന് 4.7 നിന്ന് 4.574 ആയും, അതായത് 6 മന്ത് ഓപ്ഷൻ ബില്ല് 4.4 നിന്ന് 4.27. അപ്പൊ അതൊരു പോസിറ്റീവായ ന്യൂസ് ആണ്. നമ്മുടെ അമേരിക്ക മാർക്കറ്റ് ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഫ്ലാറ്റ് ആണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല, വളരെ ഫ്ലാറ്റ് ആയിട്ട് ആശാൻ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിഫ്റ്റി എന്ന് പറയുകയാണെങ്കിൽ ഏഷ്യ പറഞ്ഞ ഒരു 20 പോയിന്റോളം നമ്മുടെ ഓപ്പണിംഗ് ക്ലോസിംഗ് നിന്ന് ഒരു 20 പോയിന്റോളം പ്ലസ്സിലാണ് ആശാൻ നിൽക്കുന്നത്. അതായത് നമ്മുടെ 3:30 മണിക്ക് ഇവിടെയാണ് ക്ലോസ് ചെയ്തത്. എത്രയാണ്, 25,960 ഭാഗത്ത് ക്ലോസ് ചെയ്ത് ഇപ്പൊ 26,060. അപ്പൊ ഏകദേശം 10-55 പോയിന്റോളം പ്ലസ്സിലാണ് നമ്മൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ എന്താണ്, ഒരു അനക്കമോ കുലുക്കമോ ഇല്ല. IDFന്റെ ന്യൂസ് വന്നിട്ട് കൂടെ ഇസ്രായേലും ലെബനനുമായിട്ടുള്ള ഹമാസിന്റെ യുദ്ധത്തിന്റെ ഒരു ഹിസ്ബുള്ള ഹമാസ് ആ ഒരു കോൺഫ്ലിക്ട് യുദ്ധത്തിന്റെ ബലത്തിൽ പോലും മാർക്കറ്റിൽ അധികം ഒരു സെൽ ഓഫ് ഒന്നും വന്നിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. സോ സ്വാഭാവികമായിട്ട് മാർക്കറ്റ് എന്താണ്, ഈ ഒരു റേഞ്ച് കാത്തുസൂക്ഷിക്കാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. സോ നമുക്ക് നാളെ നാളെ നമ്മുടെ ഉച്ചയ്ക്ക് വരാം. നാളെ ഉച്ചയ്ക്ക് എന്തെങ്കിലും കുറച്ച് കുന്നുണ്ട് ന്യൂസുകൾ ഉച്ചയ്ക്കുണ്ട്. പക്ഷേ എല്ലാം വൈകിട്ട് USDയുടെ കുറച്ച് റിപ്പോർട്ട്, കൺസ്യൂമർ കോൺഫിഡൻസും ജർമ്മന്റെ നമ്മുടെ റിച്ച്മണ്ട് മാനുഫാക്ചറിംഗ് ഇൻഡെക്സും പിന്നെ എന്തുവാണ് FOMC മെമ്പർ ബോമാന്റെ ഒക്കെ ഒരു സ്പീക്കിംഗ് ഉണ്ടെങ്കിൽ കൂടി ഒരു ഓവറോൾ പറയുകയാണെങ്കിൽ വലിയൊരു ന്യൂസ് ഇല്ലാത്ത ഒരു ദിവസമാണ് നാളെ വൈകിട്ട് മാർക്കറ്റിലുള്ളത്. സോ അത് നമുക്ക് എന്താണ്, മാർക്കറ്റ് ഒരു ഗെയിം ചേഞ്ചർ എന്ന രീതിയിൽ വരാതെ ഒരു ബാലൻസ്ഡ് മൂവ്മെന്റ് തരാനുള്ള ചാൻസ് ആയിരിക്കും നിഫ്റ്റിയും ബാങ്ക് സംബന്ധിച്ചുള്ള ഒരു ചാൻസ്. നമുക്ക് നോക്കാം. നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി നിങ്ങൾ നോക്കി അറിയാം, ഓപ്പൺ ചെയ്ത് 25,848 ഭാഗത്തിന് ഓപ്പൺ ലോയും സെയിം ആയിരുന്നു. പക്ഷെ നിഫ്റ്റിയെ സംബന്ധിച്ച് പ്യുവർലി ഒരു ബാലൻസ്ഡ് ആണ് പ്രൊഫൈല്, പ്യുവർലി ഒരു ബാലൻസ്ഡ്. ക്യാപിറ്റൽ ചെറിയൊരു എക്സ്റ്റൻഷൻ മോളോട് തന്നെങ്കിൽ കൂടെ പ്യുവർലി ഒരു ബാലൻസ് ആണ്. 25,905 ഭാഗത്താണ് POC നിൽക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ 850 പൊട്ടുകയാണെങ്കിൽ താഴോട്ട് വരികയാണ്. ഇപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ എത്രയാണ്, നോർമൽ ഡേ ആണ് സ്ട്രക്ചർ, 25,905 ആണ് POC. ഇപ്പൊ നമുക്ക് ആ ലെവൽ നമുക്ക് വ്യക്തമായിട്ട് മാർക്കറ്റിൽ മാർക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അറിയില്ല, നമുക്ക് ട്രേഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി. സോ 25,905 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ നിഫ്റ്റി ഇന്നത്തെ POC 25,905. ഇപ്പൊ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്യാം, 25,905 അത് നമ്മളെ POC. സോ അത് എത്ര, 25,905 ഞാനത് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ. സോ ആ POCയുടെ കളർ ഞാൻ ഈ കളറിനെ കുറിച്ച് പറയാനുള്ളത്, ഞാൻ POCയുടെ കളർ ഇത് കാരണം ഈ മങ്ങിന്റെ കളറാണ് POC കളർ. നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ 25,960 നമ്മളെ സംബന്ധിച്ച് സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. സോ 25,960 മുകളിൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ബുള്ളിഷ് റെഫറൻസ് നിങ്ങൾ ആക്ട് ചെയ്യാൻ പാടുള്ളൂ. എത്രയാണ്,
25,960 മുകളിൽ മാത്രമേ നമ്മളെ ബുള്ളിഷ് റെഫറൻസ്, അപ്പൊ ഞാൻ അവിടെ കൃത്യമായിട്ട് എഴുതി വയ്ക്കും ടെക്സ്റ്റില് ബുള്ളിഷ് റെഫറൻസ് 25,965 എന്ന് പറഞ്ഞാണ് നമ്മളെ ബുള്ളിഷ് റെഫറൻസ്. എന്താണ് അത് ഞാൻ ടോപ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ ബുള്ളിഷ് റെഫറൻസ് 25,960 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എവിടം വരെ പോവാം? ഫസ്റ്റ് താഴെന്ന രീതിയിൽ പറയാകുമ്പോൾ നമുക്ക് എത്രയാണ് 26,000, നമുക്ക് 26,000 എന്ന് പറഞ്ഞ നമ്മുടെ റൗണ്ട് നമ്പറിലേക്ക് മാർക്കറ്റ് വരാം. എത്ര 26,000 എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാർക്കറ്റ് പോവാം. 26,000 ഫസ്റ്റ് റെസിസ്റ്റൻസ്. അതിന് മുകളിൽ നമുക്ക് മാർക്കറ്റിൽ അടുത്ത വരുന്ന എത്രയാണ് 26,045. കാരണം ഒരു മൂവ്മെന്റ് കുറവായതുകൊണ്ട് കോൺട്രാക്ടിങ് രീതി 26,045 ഫസ്റ്റ് സെക്കൻഡ് റെസിസ്റ്റൻസ്. അടുത്ത തേർഡ് എന്ന് പറഞ്ഞാൽ 26,130. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 26,139 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള റേറ്റ്. 26,139 ഇതായിരിക്കും നമ്മളെ സംബന്ധിച്ചുള്ള മുകളിലേക്കുള്ള ഒരു റെസിസ്റ്റൻസ്. അതാണ് ഞാൻ പറഞ്ഞ 26,100 വരുമെന്ന് പറഞ്ഞതിന് അർത്ഥം 26,045 മുകളിൽ സീതാ സ്ട്രേറ്റ് അവേ 26,139 വരെ പോകാനുള്ള ചാൻസ് നിഫ്റ്റി സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി അടുത്ത നമുക്ക് താഴേക്ക് എന്ന് പറയാൻ നമ്മളെ ബേറിഷ് റെഫറൻസ് ഇന്നത്തെ ലോ ആണ് 24,850 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള 25,850 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള എത്രയാണ് 25,850. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബേറിഷ് റെഫറൻസ്. അപ്പൊ ആ ബേറിഷ് റെഫറൻസ് താഴെ മാത്രമേ ഇനി മാർക്കറ്റ് അടിക്കുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ഇന്നലത്തെ ഒരു ഗ്യാപ്പ്, ചെറിയ ഗ്യാപ്പ് ഉള്ളത് ഫില്ല് ചെയ്യാനൊക്കെ പോവാം. ഇതിൽ ഞാൻ എന്താണ് ബേറിഷ് റെഫറൻസ് ആഡ് ചെയ്തിരിക്കുക. ടെക്സ്റ്റ് എന്താണ് നമ്മളെ ടോപ്പിൽ വരെ ബോട്ടത്ത് വയ്ക്കുക. ഏതാണ് ബേറിഷ് റെഫറൻസ്? നിഫ്റ്റിയുടെ ബേറിഷ് റെഫറൻസ് ആണ്. ഏതാണ് 25,850. അത് പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഫസ്റ്റ് സീത എങ്ങോട്ട് പോവാം? 25,800 ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 25,800. 25,800 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് സപ്പോർട്ട്. ഓക്കെ, അത് അടുത്ത പൊട്ടുകയാണെങ്കിൽ അടുത്ത സപ്പോർട്ട് നമ്മളെ സംബന്ധിച്ച് അടുത്ത നേരെ വരുന്നത് 25,749. 25,749. അതിന് താഴെ അടുത്ത വരുന്നത് നമ്മളെ ഇന്നലത്തെ POC, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ POC ആയ 25,695. 25,695 ഭാഗത്തേക്കുള്ള ഒരു മീൻ റിവേർഷൻ മാർക്കറ്റിലുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഓർത്തോളുക, നമ്മളെ ബേറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ വ്യക്തമായി പറയാം. 25,905 നമ്മളെ POC ആണ്. 25,960 മുകളിൽ മാർക്കറ്റ് നിൽക്കണം 26,000, 26,045, 26,139. ഇനി ബേറിഷ് റെഫറൻസ് 25,850 താഴെ നിൽക്കുകയാണെങ്കിൽ 25,800, 25,749, 25,695 എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് നിഫ്റ്റി സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ നിഫ്റ്റി ലെവൽ നമുക്ക് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി നമ്മളെ പ്രൊഫൈൽ പ്രകാരം നമ്മളെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ പ്രൊഫൈൽ പ്രകാരം ഇത് നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് ബാങ്ക് നിഫ്റ്റി. കാരണം വളരെ ലാർജ് IB സ്ട്രക്ചർ വന്നതിന് ശേഷം ആശാൻ HPയിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. APയുടെ സിംഗിൾസ് ഉണ്ട്, നല്ല APയുടെ സിംഗിൾസ് ഉണ്ട്. സോ അതുകൊണ്ട് കഴിഞ്ഞ കുറെ പ്രാവശ്യങ്ങളായി ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച APയുടെ സിംഗിൾസ് ഉണ്ട്, ഇന്ന് APയുടെ സിംഗിൾസ് ഉണ്ട്. അപ്പം അതുള്ളത് കൊണ്ട് ചെറിയ സിംഗിൾ. അപ്പം ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് 25 അല്ല, ഈ 53,657 തൊട്ട് 53,800 വരെ APയുടെ സിംഗിൾസ് ഉണ്ട്. അത് പോസിറ്റീവ് ആണ്. നമ്മുടെ POC നിൽക്കുന്നത് 53,944 ഭാഗത്താണ് POC നിൽക്കുന്നത്. ആശാൻ ക്ലോസ് നിൽക്കുന്നത് 54,700 ഭാഗത്തും. ഫസ്റ്റ് ടാർഗറ്റും തന്നു, സെക്കൻഡ് ടാർഗറ്റിന്റെ കുറച്ചുകൂടെ പോയി ചെറിയ റിവേഴ്സൽ വന്നു. ഇപ്പൊ നമ്മൾ ഓർത്തോളുക, നമ്മളെ ബുള്ളിഷ് റെഫറൻസ് പറഞ്ഞാൽ 54,150 എന്ന് പറഞ്ഞാൽ ഈ HBN സോൺ ആയിരിക്കും നമ്മളെ സംബന്ധിച്ച് ബുള്ളിഷ് ആണ്. സോ നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ POC എന്ന് പറഞ്ഞാൽ 53,944 നമ്മളെ POC. അപ്പൊ ഞാൻ ആ POC നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആദ്യം മാർക്ക് ചെയ്യാം. എത്രയാണ്? 53,944 എന്ന് പറഞ്ഞ സാധനമാണ് നമ്മളെ POC. സോ ആ POCക്ക് മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത വരുന്ന ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ഭാഗം എന്ന് പറഞ്ഞാൽ 54,150 ആണ് നമ്മളെ റെസിസ്റ്റൻസ്. 54,150 ആണ് റെസിസ്റ്റൻസ്. അതാണ് നമ്മുടെ ബുള്ളിഷ് ആയിട്ടുള്ള റെഫറൻസ്. എത്രയാണ്? ബുള്ളിഷ് റെഫറൻസ് നമ്മൾ കൃത്യമായി നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബുള്ളിഷ് റെഫറൻസ് ആണ് 54,150 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. അപ്പൊ അത് ഞാൻ ബുള്ളിഷ് റെഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. 54,150 മുകളിൽ മാത്രം നിങ്ങൾ ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അടുത്ത വരുന്ന ഫസ്റ്റ് ടാർഗറ്റ് 54,319. 54,319 എത്രയാണ്? 54,319. അതിന് മുകളിൽ അടുത്ത വരുന്ന റെസിസ്റ്റൻസ് പറഞ്ഞാൽ 54,319. അടുത്ത വരുന്നത് 54,500.
54,515 എന്ന് പറഞ്ഞാൽ 54,515. ഞാൻ ഈ 54,500 വരും എന്ന് പറഞ്ഞതിനോട് ആൻസർ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് 54,515. അതിന് മുകളിൽ 54,649, 54,649. അപ്പൊ ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ നമ്മുടെ ഒരു റെസിസ്റ്റൻസ്. എത്രയാണ്? 53,4,150 ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ 54,319, 54,515, 54,649. ഇനി നമ്മളെ സംബന്ധിച്ച് ബേറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന താഴേക്ക്, ഇത് മുകളിൽ നമ്മൾ നോക്കി. പിന്നെ താഴേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് ബേറിഷ് റെഫറൻസ് 53,820 ആണ്. 53,820 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള സ്ട്രോങ് ഒരു ഡിമാൻഡ് ഇന്നത്തെ എ പീരീഡിന്റെ സ്റ്റാർട്ടിങ്. സോ ആ ഭാഗത്താണ് നമ്മളെ ബേറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്താണ് ബേറിഷ് റെഫറൻസ്? അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഓർത്ത് വയ്ക്കുക. ആ ബേറിഷ് റെഫറൻസ് വന്നാൽ മാത്രമേ നമ്മളെ മാർക്കറ്റിൽ ട്രെൻഡ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ബേറിഷ് റെഫറൻസ് സപ്പോർട്ടാണ്. ഞാൻ അതിന്റെ കളറൊന്ന് മാറ്റട്ടെ. അപ്പൊ നമുക്ക് കളർ മാറ്റിയാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇത് കൊടുത്തു. ഇനി അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിന് താഴെ 54,600, ഇന്നത്തെ ലോ 53,657. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള 53,657 നമ്മൾ അടുത്ത സപ്പോർട്ട്. പക്ഷേ ഇനി അത് പൊട്ടുകയാണെങ്കിൽ ഇന്നലത്തെ ഏതാണ് അടുത്തത് നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ 53,474. അടുത്ത ചെറിയ നമ്മളെ LVN 53,474 നമ്മുടെ അടുത്ത ചെറിയ സപ്പോർട്ട് LVN. അതിന് താഴെ നമ്മളെ സംബന്ധിച്ച് ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ POC ആയ 53,389 ആണ് നമ്മുടെ POC. അതാണ് നമ്മുടെ സാർ സെക്കൻഡ്. അപ്പൊ 53,389 ആണ് നമ്മുടെ മാർക്കറ്റില് ഒരു മൂവ്മെന്റ്. മാർക്കറ്റിൽ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളത് പറഞ്ഞതാണ് ഈ വീഡിയോ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം മാർക്കറ്റിനെ കുറിച്ച് പേടിക്കണമെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സീതാ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കയറി പൊക്കോണ്ടിരിക്കുന്ന മാർക്കറ്റിലെ എപ്പോഴും ഓർത്തോളൂ, ബുള്ളിഷ് മാർക്കറ്റിലെ ബെയറിഷ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിരിക്കും. അത് നമുക്ക് ചിലപ്പം ഡൈജസ്റ്റ് ചെയ്യാൻ പോലും സമയം തരാതെ എന്ത് പറ്റും, ആ മൂവ്മെന്റ് വന്ന് തിരിച്ചു പൊക്കളയും. അതുകൊണ്ട് എപ്പോഴും ഓർത്തോളൂ, ഫാസ്റ്റ് ആയിട്ടുള്ള ഡൗൺവേർഡ് മൂവ്മെന്റ്. മെനങ്ങാന്ന് നമ്മുടെ ഓർമ്മ ഉണ്ടെന്ന് അറിയാമല്ലോ, കയറി നിന്ന മാർക്കറ്റ് ഒറ്റയടിക്ക് 300 പോയിന്റ് 400 പോയിന്റ് അടിച്ച പോലെ സെയിം അതേപോലെ മൂവ്മെന്റ് വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ വരാനുള്ള ചാൻസ് വളരെയധികം ബാങ്ക് നിഫ്റ്റിക്കുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തോളൂ എന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് പറഞ്ഞാൽ 54,150, അതിന് മുകളിൽ 54,319, 54,515, 54,649. ഇനി വേറെ ഇന്നത്തെ POC 53,944, 53,820 നമ്മളെ സംബന്ധിച്ചുള്ള ബേറിഷ് റെഫറൻസ്. അതിന് താഴെ ബേറിഷ് റെഫറൻസ് താഴെ വരുമ്പോൾ ഫസ്റ്റ് സപ്പോർട്ട് 53,657, 53,474. അതിന് താഴെ വെള്ളിയാഴ്ചത്തെ POC ആയ 53,389. ഇതായിരിക്കും നമുക്ക് നാളത്തേക്കുള്ള ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കണം. എന്നൊരു കണക്കൂട്ടിൽ മിക്കവാറും നാളെ ഒരു ബാലൻസിങ് മൂവ് തരാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ വ്യാഴാഴ്ച ആയിരിക്കും ഞാനൊരു മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. കാരണം നാളെ രാത്രി കഴിഞ്ഞാൽ ബുധനാഴ്ച കുറെ ന്യൂസ് വരാനുള്ളതുകൊണ്ട് മിക്കവാറും വ്യാഴാഴ്ച ആയിരിക്കും മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് വരാൻ പോകണം. കാരണം നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് ആയിരുന്നതുകൊണ്ട് ന്യൂട്രൽ എക്സ്ട്രീം ഡേയ്സ് എന്ന് പറഞ്ഞാൽ ആൾവേസ് ഫോളോഡ് ബൈ എ ബാലൻസ് ഡേ. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച വീക്ക് ആയതുകൊണ്ട് ഈ വീക്ക് നിഫ്റ്റി മിക്കവാറും ഒരു 226, 100-നും 25, 800-നും ഇടയ്ക്ക്, അല്ലെങ്കിൽ 700-നും ഒരു 300 പോയിന്റിനകത്ത് ഒരു ബാലൻസ് തരാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച ട്രെൻഡിങ് അപ്പ് ആയിരുന്നു. മിക്കവാറും എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റി 54,600-ന്റെ ഭാഗത്തേക്കുള്ള ടെസ്റ്റ് ആയിരിക്കും വളരെയധികം എമിനായിട്ട് കാണുന്നത്. യൂഷ്വലി മാർക്കറ്റിന് ആ ഭാഗത്തേക്ക് ഒരു റിവേഴ്സൽ ലെവൽ വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ ലൈവ് ആയിട്ടുള്ള ട്രേഡിംഗ് റൂമിൽ 1-2 കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈവ് ആയിട്ട് ട്രേഡിംഗ് റൂമിൽ 10 lakhs-ന്റെ ഒരു അക്കൗണ്ടിൽ 1% ട്രേഡിംഗ് സ്ട്രാറ്റജി നമ്മൾ ഡെയിലി കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ട്രേഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ലൈവായിട്ട് എടുക്കുന്ന കോൾസ് അതിൽ ലൈവായിട്ട് എടുത്ത് 1%, അതായത് ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ അക്കൗണ്ടിൽ അതായത് 10,000 രൂപ നമ്മൾ 1%. അപ്പൊ ഡെയിലി 1% എടുക്കാവുന്ന ഒരു ട്രേഡിംഗ് മെന്റാലിറ്റി നമ്മൾ റൂമിലെ ആൾക്കാർക്കിടയിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച ട്രയൽ എടുത്ത് നോക്കണം താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ കംപ്ലൈന്റ് കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഒരാഴ്ച ട്രെയിനിൽ എടുക്കാം. ആ ട്രെയിനിൽ ഞാൻ റൂമിൽ എടുക്കുന്നത് അത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി 10 lakhs-ന്റെ അക്കൗണ്ട് ഞാൻ റൂമിൽ എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു 10 lakhs-ന്റെ അക്കൗണ്ടിൽ നമ്മൾ ഡെയിലി എടുക്കുന്ന ട്രേഡ് കാണിച്ചേക്കും. അതായത് ഡെയിലി ടാർഗറ്റ് 10,000 രൂപ. റിസ്ക് വന്നാലും 10,000 രൂപ, ലോസ് വരാതിരിക്കില്ലല്ലോ. ലോസ് വന്നാലും 10,000 രൂപ, ടാർഗറ്റ് വന്നാലും 10,000 രൂപ. ആ രീതിയിലേക്ക് ഒരു സെറ്റപ്പ് ഇല്ലാക്കാണ് ട്രേഡിംഗ് പോകുന്നത്. 60 ഡേയ്സിന്റെ ചലഞ്ചാണ്. 60 ദിവസം കൊണ്ട് ഈ ഫണ്ടിനെ 10 ലക്ഷത്തിന് 15 ലക്ഷം രൂപ ആക്കാനുള്ള ഒരു സെറ്റപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ദൈവവും സഹായിക്കുമെങ്കിൽ എന്റെ കഴിവ് നമുക്ക് ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ദൈവത്തിന് വിടുക, മാർക്കറ്റ് നമ്മളെ സഹായിക്കുകയാണെങ്കിൽ നമുക്കത് സുഖമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. സോ എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.
വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ. ബൈ ബൈ.